തപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 12 നമ്മൾ ഇന്ന് 10-ാം അധ്യായമാണ് പരിശോധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ 6-ാം അധ്യായമാണ് തീർന്നത്. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് 7, 8, 9 3 അധ്യായങ്ങൾ. അത് പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാൻ പാകത്തിന് ഉള്ള വിഷയമില്ല. കാരണം അതിൽ ഒന്ന് അധരസേനൻ്റെ വീട്ടിൽ പോകുന്നതും, പിന്നൊന്ന് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ യദുമല്ലികൻ്റെ ഭവനത്തിൽ പോകുന്നത്, പിന്നെ ഖേലാദ് ഘോഷിൻ്റെ ഭവനം, അതാണ് 9-ാം അധ്യായം. ഈ 3 ഗൃഹസന്ദർശനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ 10-ാം അധ്യായത്തിൽ നമുക്ക് അല്പം കൂടുതൽ വിശകലനം ചെയ്യാനും അല്ലെങ്കിൽ ചിന്തിക്കാനുമുള്ളൊരു വകയുണ്ട്. 10-ാം അധ്യായം എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 1-ാം വോള്യത്തിൻ്റെ പകുതിയോളം ഭാഗം പിന്നിടും. 312 പേജോളം പിന്നിട്ട് കഴിയും. ആകെ 500 പേജാണ് അതിനകത്ത് വരുന്നത്. ഈ 500 പേജിൽ 312 പേജ് പിന്നിട്ട് കഴിയും. പകുതിയിൽ കൂടുതൽ പിന്നിട്ട് കഴിയും. അപ്പം പകുതിയിൽ കൂടുതൽ പിന്നിട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഈ ഭാഗത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തിൽ ഭക്തന്മാരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് 1883 ജൂലൈ 22 ഞായറാഴ്ച ദിവസമാണ് ഈ ചർച്ച നടക്കുന്നത്, അല്ലെങ്കിൽ ഈ സംഭാഷണം നടക്കുന്നത്. 83 ജൂലൈ 22 ഞായറാഴ്ച. അപ്പോൾ ഇവിടെ മഹേന്ദ്രനാഥ ഗുപ്ത ഭഗവാനെ കാണാൻ വന്നതിന് ശേഷം, അതായത് ഈ വചനാമൃതം, ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ രചയിതാവ് മഹേന്ദ്രനാഥ ഗുപ്ത, നമ്മളിവിടെ മാസ്റ്റർ മഹാശയൻ മാസ്റ്റർ എന്നാണ് ഇതിനകത്ത് സൂചിപ്പിക്കുക. മാസ്റ്റർ മഹാശയൻ ഭഗവാനെ കാണാൻ വരുന്നത് 1882 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഇവിടെ 83 ജൂലൈ, അപ്പോൾ ഏകദേശം 1 വർഷവും 3-4 മാസവും പിന്നിട്ട് കഴിഞ്ഞു. 1 വർഷം, അപ്പോൾ 12, 4, 16 മാസം പിന്നിട്ടു. 16 മാസം പിന്നിട്ട ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ഈ 10-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. കാണാൻ വന്നിട്ട് 16 മാസം പിന്നിട്ടിട്ട്. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം, ദക്ഷിണേശ്വരത്തിൻ്റെ ഒരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരണം, നല്ല മനോഹരമായൊരു ഡിസ്ക്രിപ്ഷൻ മാസ്റ്റർ മഹാശയൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതിനു മുന്നേ 2 തവണ കൂടെ ഇത്തരം വിവരണങ്ങളുണ്ട്. ഈ 1-ാം വോള്യത്തിൽ ഇതിനു മുന്നേ 2 തവണയാണ് ഇങ്ങനെ ഒരു വിവരണം, അതായത് ദക്ഷിണേശ്വരത്തെക്കുറിച്ചുള്ള ഒരു വിവരണം, അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം, അതായത് വായനക്കാരന് ദക്ഷിണേശ്വരം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ച്, അതിൻ്റെ ഒരു വീക്ഷണത്തെക്കുറിച്ച് മനോഹരമായ ഭാഷയിൽ വിവരിക്കുന്നത്. അത് ഇതിനു മുമ്പ് 2 തവണ വിവരിച്ചിട്ടുണ്ട്. ഇത് 3-ാമത്തെ തവണയാണ്.
എന്നാൽ 3 തവണയും ഒരേപോലെ അല്ല വിവരണം. 3 തവണയും 3 ആസ്പെക്റ്റാണ് ഇതിൻ്റെ വിവരണം എന്ന് പറയുന്നത്. 3 തരത്തിലാണ്, 3 പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതാണ് ഇവിടെ ഒരു പ്രത്യേകത. ഈ 3ഇടത്തും 3 തരം ഭാവങ്ങളാണ് നമുക്ക് അനുഭവപ്പെടേണ്ടത്. ദക്ഷിണേശ്വരത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആദ്യ തവണയുള്ള വിശദീകരണത്തിൽ നമ്മുടെ മനസ്സിൽ തെളിയുന്ന, കാരണം ഈ ഗ്രന്ഥം വായിക്കുന്ന പലരും കൽക്കട്ടയിലെ ദക്ഷിണേശ്വരം നേരിട്ട് കണ്ടിട്ടുള്ളവരാകണമെന്ന് നിർബന്ധമില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ പിന്നീട് ഈ ഗ്രന്ഥം വായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വായിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രചനാകാലത്തിന് ശേഷം 100-100 വർഷം കഴിഞ്ഞിട്ടാണ് പലരും വായിക്കുന്നത്. ഇപ്പോൾ വായിക്കുന്നതിൻ്റെ കണക്കെടുത്താൽ, അല്ലെങ്കിൽ അതിനുശേഷം ഇത്രയും കാലമായി ഇതിൻ്റെ വായന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ വായനക്കാർക്ക് ഇത് നടക്കുന്ന ആ രംഗം, ഇതെവിടെയാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്, ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാര മഹിമ, അവതാര ലീല ഏത് ഭാഗത്താണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്, കൽക്കട്ടയിൽ എവിടെ എന്നുള്ള വിവരണം നൽകുന്നത് ഈ വിവരണത്തിലൂടെയാണ് നമുക്കത്, ആ വായനക്കാരനത് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരം എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ പശ്ചാത്തലം. അപ്പം അത്രയും മനോഹരമായിട്ട് മാസ്റ്റർ മഹാശേനി 3 തവണയും ഇത് വിവരിച്ചിട്ടുണ്ട്, 3 തരത്തിൽ. അത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയ കാലത്ത് സിനിമ ഒരു നല്ല മീഡിയയാണ്. സിനിമയിലൂടെ നമ്മൾ ഒരു ദൃശ്യം, ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ ഏത് തരത്തിലുള്ള, ആ സിനിമയുടെ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ദൃശ്യാവിഷ്കാരം കൊണ്ട് ആ സിനിമയുടെ കഥ നടക്കുന്ന പ്രദേശത്തെ നമ്മുടെ മുമ്പിൽ ആദ്യം ബോധ്യപ്പെടുത്തി തരും. അതിനനുസരിച്ചുള്ള ഷോട്ടുകൾ എന്നാണ് പറയുക, അതിനനുസരിച്ചുള്ള ഷോട്ടുകളാണ് എടുക്കുക. അത് ചിലപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ ആയിരിക്കാം, ആ പ്രദേശത്തിൻ്റെ ഒരു സജഷൻ ഷോട്ടായിരിക്കാം. ഇങ്ങനെ വിവിധ ആംഗിളിലാണ് ആ ഷോട്ട് നമ്മളെ കാണിക്കുന്നത്, ആ പ്രദേശത്തെ. എന്തിനാണ് ഇങ്ങനെ വിവിധ ആംഗിളിൽ കാണിക്കുന്നത് എന്ന് വെച്ചാൽ, ആ പ്രദേശത്തെക്കുറിച്ച് കാഴ്ചക്കാരിലൊരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ഇംപ്രഷൻ. എങ്കിലേ ആ കഥ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, ആ കഥ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. സിനിമയിൽ വിവിധ ഷോട്ടുകൾ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഈ രംഗവിവരണം മാസ്റ്റർ മഹാശയൻ ഈ 3 ഭാഗത്തും വ്യത്യസ്തമായ തരത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ആംഗിളിലാണത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ ഏതാണ്ട് 312 പേജ് കടന്നു വരുമ്പോൾ, അതായത് 12ാം ഭാഗം, ഇവിടെ 12ാം ഭാഗം എത്തി. ഏതാണ്ട് 300 പേജ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ദക്ഷിണേശ്വരത്തിൻ്റെ വർണ്ണന വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. നമുക്ക് ആ വർണ്ണനയിലേക്കൊന്ന് നോക്കാം. ആ വർണ്ണന എങ്ങനെയാണ് അതിനകത്ത് ഇവിടെ മാസ്റ്റർ മഹാശയൻ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. അതായത് 1883 ജൂലൈ 22 ഞായറാഴ്ച ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരുമായിട്ട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണേശ്വരത്ത് തൻ്റെ മുറിയിൽ. എന്നിട്ടാണ് ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണത്തിലേക്ക്. ശ്രീരാമകൃഷ്ണദേവൻ ആഹാരം കഴിഞ്ഞ് വിശ്രമിക്കുന്നു.
ആഹാരം കഴിഞ്ഞ് വിശ്രമിക്കുന്നു. മണിമല്ലികൻ മുതലായ ചില ഭക്തന്മാർ അടുത്തിരിക്കുന്നുണ്ട്. ഇനിയാണ് വിവരണം. രാസമണി പണിയിച്ച കാളിക്കോവിലിൻ്റെ വിശാലമായ മുറ്റത്ത് കിഴക്കുഭാഗത്ത് ശ്രീ രാധാകാന്ത ക്ഷേത്രവും ശ്രീ ഭവതാരിണി ക്ഷേത്രവും. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നിവിടെ പറയുകയാണ്. കിഴക്കുഭാഗത്ത് ഭവതാരിണി ക്ഷേത്രം, അതിൻ്റെ തൊട്ടടുത്തായിട്ട് രാധാകാന്ത ക്ഷേത്രം. അതുകൂടാതെ പടിഞ്ഞാറ് വശത്ത് 12 ശിവക്ഷേത്രങ്ങൾ, 12 ശിവക്ഷേത്രങ്ങളുണ്ട്. 12 ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ ശ്രീകോവിലുകളാണ്, 12 പ്രതിഷ്ഠകൾ മാത്രമാണ്. വളരെ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ വിപുലമായ ഒരു അർത്ഥത്തിലെടുക്കരുത്. ഈ ഭവതാരിണി ക്ഷേത്രം മാത്രമാണ് ഏറ്റവും വിപുലമായ ഒരു ക്ഷേത്ര സങ്കല്പം. അതിന് തൊട്ടടുത്തിരിക്കുന്ന രാധാകാന്ത ക്ഷേത്രം അത്രയും വലിപ്പത്തിലല്ലെങ്കിലും ഏകദേശം ഒരു നല്ല സാമാന്യം വലിപ്പമുള്ളതാണ്. അതേസമയം ഈ 12 ശിവക്ഷേത്രങ്ങൾ നിരന്നിരിക്കുകയാണ്. ഗംഗയിലേക്കുള്ള പടിക്കെട്ടിൻ്റെ ഒരു വശത്ത് 6 ക്ഷേത്രവും മറുവശത്ത് 6 ക്ഷേത്രവും, ഇങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ട്. നടുക്കൂടെയാണ് ഗംഗയിലേക്കുള്ള ആ കടവിലേക്ക് ഇറങ്ങുന്ന പടിക്കെട്ട്. അതെന്ന് പറയുന്നത് 6 ശ്രീകോവിലുകൾ മാത്രമാണ്. ഒരു പ്രതിഷ്ഠയ്ക്ക് നിൽക്കാവുന്ന സ്ഥലമുള്ള ഒരു ഡൂം പോലിരിക്കുന്ന ചെറിയ ചെറിയ ചെറിയൊരു ശ്രീകോവിൽ മാത്രമാണ്. ഒരു പൂജാമുറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 12 എണ്ണം. ഈ ശിവമന്ദിരത്തിൻ്റെ 12 ശിവക്ഷേത്രങ്ങൾ നിരന്നിരിക്കുന്നതിനോട് ചേർന്നാണ്, അതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറി. എന്നിട്ട് അദ്ദേഹം അവിടെ പടിഞ്ഞാറേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗംഗയെ കാണാം, ഗംഗ ഒഴുകുന്നു, പടിഞ്ഞാറ് വശത്തൂടെ ഗംഗ ഒഴുകുന്നത് കാണാം. ഈ ഗംഗയിൽ നിന്നുള്ള മതിൽക്കെട്ടിനും വരാന്തയ്ക്കും ഇടയ്ക്കുള്ള പറമ്പിൻ തുണ്ടിലാണ് അമ്പലത്തിൻ്റെ പൂന്തോട്ടം. ഈ ഗംഗയുടെ കരയിൽ ഈ അമ്പലത്തിൻ്റെ കെട്ടിടങ്ങൾക്കും ഇടയിലുള്ള സ്ഥലത്താണ് അമ്പലത്തിൻ്റെ പൂന്തോട്ടം ഉള്ളത്. അങ്ങനെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് അത് പറയുന്നുണ്ട്. ആ പൂന്തോട്ടത്തിൻ്റെയും മറ്റടുത്ത് പഞ്ചവടി വരെ നീണ്ടു നിൽക്കുന്ന ഭൂവിഭാഗത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അവിടെയുള്ള പൂച്ചെടികളെക്കുറിച്ചുള്ള വിവരണം പറയുന്നുണ്ട്. ഗന്ധരാജൻ മുതലായ പൂച്ചെടികൾ. പിന്നെ ഭഗവാന്റെ മുറിയിൽ, ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ എന്തൊക്കെ ചിത്രങ്ങളുണ്ട്, അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്ന് പത്രോസ് വെള്ളത്തിൽ താഴുന്നതും യേശു അദ്ദേഹത്തെ കൈക്ക് പിടിച്ചു പൊക്കുന്നതുമായ ഒരു ഫോട്ടോ അവിടെ ഉണ്ട്. കൂടാതെ ബുദ്ധദേവൻ്റെ ഒരു ശിലാമൂർത്തിയുമുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ ചെറു കട്ടിലിരിക്കുന്നു, വടക്കോട്ട് അഭിമുഖമായിട്ടിരിക്കുന്നു. ഭക്തന്മാർ തറയിലിരിക്കുന്നു, ചിലർ പായയിലും മറ്റും ചിലർ തടുക്കിലും ആയിട്ടൊക്കെ ഇരുന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ്, മുറിയിൽ നിന്നും അധികം അകലെയല്ലാതെ ചിറമതിലിന് പടിഞ്ഞാറായി പുണ്യസലിലയായ ഭാഗീരഥി തെക്കോട്ടൊഴുകുന്നു. പുണ്യസലിലയായ ഭാഗീരഥി, ഗംഗാനദി തെക്കോട്ടാണ് ഒഴുകുന്നത്. അവിടെ സാഗര സംഗമത്തിലെത്താൻ വലിയ വെമ്പലോടെ കുതിച്ചു പായുന്നു. ഗംഗാനദിക്ക് ഒഴുക്ക് കൂടുതലാണ് ഈ ഭാഗത്ത്. അങ്ങനെ ആ സാഗരത്തിലേക്ക് ചേരാനായി ഒഴുകുന്ന ഗംഗാനദി വഴിക്കൊരിക്കൽ മാത്രം, ആ ഒഴുക്കിൻ്റെ ആ സഞ്ചാരപഥത്തിൽ ഒരിക്കൽ മാത്രം ഈ മഹാപുരുഷൻ്റെ ധ്യാന മന്ദിരം തൊട്ടു തൊഴുതുകൊണ്ട് അങ്ങനെ ഒഴുകുന്നു. ഈ മഹാപുരുഷൻ്റെ, ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ ധ്യാന മന്ദിരം, ഭഗവാൻ ഇരുന്നരുളുന്ന ആ പ്രദേശത്തെ ഒന്ന് തൊട്ടു തൊഴുതുകൊണ്ട് വീണ്ടും സാഗരത്തിലേക്ക് ഒഴുകുന്നു. മനോഹരമായൊരു ഡിസ്ക്രിപ്ഷനാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ പകുതിയോളം എത്തിയപ്പോഴാണ് ഇപ്പോൾ ആ ദക്ഷിണേശ്വരത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം ഗംഗാനദി
പടിഞ്ഞാറ് വശത്ത് ഗംഗാധര നദി ഒഴുകുന്നു, കിഴക്ക് വശത്ത് ഭവതാരിണി കാളി ക്ഷേത്രം, അവിടെയാണ് ഭവതാരിണി ദേവിയുടെ പ്രതിഷ്ഠ, പ്രധാന പ്രതിഷ്ഠ. അതിൻ്റെ തൊട്ടടുത്ത് രാധാകാന്ത ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, പിന്നെ 12 ശിവക്ഷേത്രം. ഇതെല്ലാം എങ്ങനെയാണ് ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പൂർണ്ണമായ ചിത്രം ഇവിടെ വിവരിച്ചിരിക്കുന്നു. വചനാമൃതത്തിൻ്റെ ആരംഭ ദിശയിൽ തന്നെ ഇതേ രീതിയിൽ തുടക്കത്തിലൊന്ന് വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും ഇത്തരം വിവരണങ്ങൾ, ആ പ്രദേശത്തെക്കുറിച്ചുള്ള പരിപൂർണമായ വിവരണങ്ങൾ ശരിക്ക് വരേണ്ടത് ഈ ഗ്രന്ഥം എഴുതുന്നതിൻ്റെ തുടക്കത്തിലല്ലേ വരേണ്ടത്, അല്ലാതെ മധ്യഭാഗം കഴിഞ്ഞിട്ടാണോ വരേണ്ടത്? കാരണം ഒരു സംഭവത്തെ വിവരിക്കുമ്പോൾ, ഒരു അവതാരലീലയുടെ പൂർണ്ണമായ രൂപം വിവരിക്കുമ്പോൾ ആദ്യമേ ആണല്ലോ അതിൻ്റെ ആ പശ്ചാത്തല വർണ്ണന ആദ്യമേ പറയണ്ടേ. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം പകുതിയോളം എത്തിക്കഴിഞ്ഞിട്ടാണോ, 1-ാം വോള്യത്തിൻ്റെ പകുതി എത്തിയിട്ടാണോ ഇത് വിവരിക്കുന്നത്? എന്താണ് അങ്ങനെ ഒരു വിവരണം വരാൻ കാരണം? അല്ലെ എന്തിനാണ് അവിടെ വീണ്ടും ഒരു വിവരണത്തിലേക്ക്? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പും വിവരിച്ചിട്ടില്ല. എന്നാൽ ഇതിൻ്റെ വേറൊരു രൂപത്തിലാണ് തുടക്കത്തിലൊക്കെ വിവരിച്ചത്. തുടക്കത്തിലൊരു ചെറിയ വിവരണമുണ്ട്. അതാണ് പ്രഥമ ദർശനം എന്ന് പറഞ്ഞ് ഈ വചനാമൃതത്തിൻ്റെ ആരംഭത്തിൽ ഒരു വിവരണം പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം, എങ്ങനെയാണ് അവിടെ ഇത് വിവരിക്കുന്നത്. അതായത് ഈ തുടക്കത്തിൽ ഈ വചനാമൃതം ആരംഭിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ മാസ്റ്റർ മഹാശയൻ ആദ്യമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുന്ന സന്ദർഭത്തിലാണത്. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ വന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് ശ്രീരാമകൃഷ്ണദേവനെ നേരിട്ട് ആ മുറിയുടെ വാതിക്കൽ വന്ന് നിന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ദർശനം, പ്രഥമ ദർശനം നടത്തുകയാണ് മാസ്റ്റർ മഹാശയൻ. മാസ്റ്റർ മഹാശയനും കൂടെ സിദ്ധേശ്വർ മജുംദാർ, മാസ്റ്റർ മഹാശയൻ്റെ സഹോദരി പുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം, ബന്ധുവാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് മാസ്റ്റർ മഹാശയൻ താമസിക്കുന്നത് ഈ സന്ദർഭത്തിൽ. കാര്യം ഇവിടെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അതിന് തൊട്ട് മുമ്പുള്ള ദിവസം തലേന്ന്, ഈ ദക്ഷിണേശ്വരത്ത് വരുന്നതിൻ്റെ തലേന്ന്, ദക്ഷിണേശ്വരത്ത് വരുന്നത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ചയാണ് സഹോദരിയുടെ വീട്ടിൽ വന്നത്. മാസ്റ്റർ മഹാശയനും ഭാര്യയും കൂടെ ചേർന്നാണ് സഹോദരിയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. അതിൻ്റെ കാരണം കുടുംബ വീട്ടിലുണ്ടായ ചില ആലോരസങ്ങളും പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മാസ്റ്റർ മഹാശയൻ ആത്മഹത്യ ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ജീവിതം മടുത്തു, ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കുടുംബത്തിൽ നിന്ന് പോയി രക്ഷപ്പെട്ടേക്കാം എന്നും പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോഴാണ് ഭാര്യയ്ക്ക് സംശയം തോന്നി, ഭാര്യ പിന്നാലെ ഇറങ്ങി വന്നാണ്. അങ്ങനെയാണ് പിന്നെ അവസാനം ഭാര്യയും കൂടെ വന്നപ്പോൾ പിന്നെ പദ്ധതികളെല്ലാം പാളിപ്പോയി. അങ്ങനെയാണ് സഹോദരിയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് തലേന്ന് രാത്രി. അടുത്ത ദിവസമാണ് സഹോദരിയുടെ പുത്രൻ സിദ്ധേശ്വർ മജുംദാർ, ഇപ്പോൾ അമ്മാവൻ എന്നാണ് വിളിക്കുന്നത്. അമ്മാവൻ്റെ അതായത് അമ്മയുടെ സഹോദരനാണല്ലോ, രാമകൃഷ്ണദേവൻ്റെ മൂത്ത സഹോദരിയാണ്. അപ്പോൾ അമ്മയുടെ സഹോദരനാണല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് അമ്മാവ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്മാവൻ്റെ ആ മാനസികാവസ്ഥ കണ്ടിട്ട് സിദ്ധേശ്വരനാണ് വിളിച്ചുകൊണ്ട് വന്നത് ഈ ദക്ഷിണേശ്വരത്തേക്ക്. അങ്ങനെ ആദ്യമായിട്ടാണ് മാസ്റ്റർ മഹാശയൻ ദക്ഷിണേശ്വരത്ത് വരുന്നത്. അപ്പോൾ അവിടെ ഇതേ വിവരണം തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ക്ഷേത്ര സങ്കേതത്തെക്കുറിച്ച്. അവിടെ പറയുന്നത്, സന്ധ്യയോടുകൂടി തോട്ടത്തിൻ്റെ പ്രധാനമായ പടിയും കടന്ന് മാസ്റ്ററും സിദ്ധുവും നേരെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലെത്തി. അതിനുശേഷം മാസ്റ്റർ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ട് മാസ്റ്റർ വിചാരിച്ചു, ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ വാതിക്കൽ വന്നിങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ഇരുന്ന് ഭക്തന്മാരുമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കാണുകയാണ് മാസ്റ്റർ മഹാശയൻ. കണ്ടിട്ട് മാസ്റ്റർ മഹാശയൻ വിചാരിക്കുകയാണ്, ആഹാ എന്തൊരു സുന്ദരമായ സ്ഥാനം, എത്ര നല്ല ആളുകൾ,
എന്തൊരു മനോഹരമായ സംഭാഷണം. ഇവിടെ നിന്ന് അനങ്ങാൻ തോന്നുന്നില്ല, അവിടെ നിന്ന് മാറാൻ തോന്നുന്നില്ല. എന്നിട്ട് അല്പം കഴിഞ്ഞിട്ട് വിചാരിച്ചു, എവിടെയാണ് എത്തിയിരിക്കുന്നതെന്നൊന്ന് കണ്ടുകളയാം, എന്നിട്ട് ഇവിടെ വന്നിരിക്കാം. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്, അതുകൊണ്ട് ആ ചുറ്റുപാടുകളൊക്കെ എന്താണെന്നും അത് എവിടെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ വന്നിരിക്കാം എന്ന് തീരുമാനിച്ചാണ് മുറിക്ക് പുറത്ത് കിടന്ന് എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന് ചുറ്റും ഒന്ന് പോയി കണ്ട് എല്ലായിടവും ഒന്ന് കണ്ടിട്ട് വരാം എന്ന് തീരുമാനിച്ചാണ് സിദ്ധുവുമൊത്ത് മുറിക്ക് പുറത്തേക്ക് കിടക്കുന്നതും. അപ്പോഴേക്കും ദീപാരാധന തുടങ്ങി. കാളീക്ഷേത്രത്തിൽ ദീപാരാധന തുടങ്ങി. അതിൻ്റെ ആ മധുര ശബ്ദം, മണിയടിക്കുന്നതിൻ്റെയൊക്കെ മധുര ശബ്ദം, ചേങ്കില, ചെണ്ട, കുഴിത്താളം ഇതെല്ലാം ഒരുമിച്ച് മുഴങ്ങുന്നു. വളരെ ഭക്തിസാന്ദ്രമായ ഒരു സന്ദർഭം. തോട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള സംഗീതശാലയിൽ നിന്നും മധുരഗാനം. ആ ദക്ഷിണേശ്വരൻ ക്ഷേത്രത്തിൻ്റെ തെക്കേ അറ്റത്ത് സംഗീതശാലയുണ്ട്. ആ സംഗീതശാലയിൽ നിന്ന് ഷെഹനായിയുടെ സംഗീതം ഒഴുകുന്നു. ഇത്ര മനോഹരമായ ഒരു മധുരതരമായ അന്തരീക്ഷം. ആ ശബ്ദം ഗംഗയുടെ മാറിടത്തിൽ ചെന്നടിച്ച് അതിദൂരെ എങ്ങോ പോയി ലയിക്കുന്നു. മനോഹരമായ എഴുത്താണ്. ആ അന്തരീക്ഷത്തെ മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ആ കുസുമഗന്ധവാഹിയായ വസന്താനിലൻ മന്ദമന്ദം സഞ്ചരിക്കുന്നു. സർവത്ര പൂനിലാവ് പരന്നിരിക്കുന്നു. ഭഗവാന്റെ നീരാജനത്തിന് 4 ദിക്കും തയ്യാറായി. 12 ശിവക്ഷേത്രങ്ങളിലും രാധാകാന്ത മന്ദിരത്തിലും ഭവതാരിണിയുടെ കോവിലിലും ദീപാരാധന തൊഴുത് മാസ്റ്റർ പരമപ്രീതനായി. ശ്രീരാമകൃഷ്ണദേവന്റെ മുറിയിലേക്ക് മടങ്ങുമ്പോൾ സിദ്ധു പറഞ്ഞു, ഇത് രാസമണി പണിയിച്ച ദേവാലയമാണ്. ഇവിടെ നിത്യവും പൂജയുണ്ട്. അനേകം അതിഥികളും സന്യാസിമാരും ഒക്കെ ഇവിടെ വരുന്നു എന്ന് സിദ്ധു പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സിദ്ധേശ്വർ മജുംദാറിന് ഈ ഒരൊറ്റ രംഗത്ത് മാത്രമേ ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ സമ്പൂർണമായ രചനയ്ക്കിടയിൽ ഈ ഒരൊറ്റ രംഗത്ത് മാത്രമാണ് സിദ്ധേശ്വർ മജുംദാർ വരുന്നത്. അതായത് മാസ്റ്റർ മഹാശയനെ ഇവിടെ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് എത്തിക്കുന്ന ജോലി മാത്രമാണ് അയക്കുള്ളത്. അങ്ങനെ സിദ്ധേശ്വർ മജുംദാർ ആ സ്ഥലത്ത് മാസ്റ്റർ മഹാശയനെ എത്തിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഗ്രന്ഥം കിട്ടിയത്. അതോടെ സിദ്ധേശ്വർ മജുംദാറിൻ്റെ റോൾ അവസാനിക്കുകയാണ്. പിന്നെ ഒരിടത്തും സിദ്ധുവിനെ കുറിച്ചൊരു പരാമർശം പോലുമില്ല. അപ്പം ഇവിടെ ഇതാണ് ആദ്യത്തെ അവതരണം. നമ്മൾ നേരത്തെ വായിച്ചത് ഏതാണ്ട് മധ്യത്തിലെത്തിയപ്പോഴുള്ള അവതരണമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കൂട്ടി ഇണക്കി ചിന്തിച്ചു നോക്കാം. അതിൻ്റെ പൂർണ്ണമായ വിവരണം നമ്മൾ പകുതിയോളം എത്തിയപ്പോൾ ഇപ്പോൾ കേട്ടു. ഇപ്പോൾ ഇത് തുടക്കത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാണുമ്പോൾ നമ്മൾ വേറൊരു ഷോട്ടാണ് കാണുന്നത്, വേറൊരു ആംഗിളിലാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത്. അതേസമയം പകുതിയോളം ചെന്നപ്പോൾ വിവരിച്ചത് അതിൻ്റെ സമ്പൂർണമായ മറ്റൊരു വിവരണമാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിനിടയിൽ ഒരു തവണ കൂടെ ഇത് വിവരിക്കുന്നുണ്ട്. അത് 5ാം ഭാഗത്താണ്. അതായത് ഇതിൻ്റെ 5ാം ഭാഗം, 5ാം ഭാഗത്താണ് ആ ഒരു വിവരണം ഉള്ളത്. അതായത് ഏകദേശം ഒരു 1087 പേജ് കഴിയുമ്പോഴാണ് ആ 2ാം ഭാഗത്തെ വിവരണം വരുന്നത്. അവിടെയും എങ്ങനെയാണ് അത് വിവരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. 5ാം ഭാഗം ശ്രീരാമകൃഷ്ണദേവനും കേശവചന്ദ്രസേനനും. കേശവചന്ദ്രസേനൻ എന്ന് പറയുന്ന ബ്രഹ്മസമാജത്തിൻ്റെ ഏറ്റവും ശക്തനായ നേതാവുമൊത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഗംഗയിലൂടെ നടത്തുന്ന ഒരു നൗകാസഞ്ചാരം, ഒരു വലിയ സ്റ്റീം ബോട്ടിൽ കൽക്കട്ടയിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ കൽക്കട്ടയിലേക്ക് സഞ്ചരിക്കുന്ന ആ രംഗമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ആ സഞ്ചാരത്തിനിടയിൽ ബോട്ടിലിരുന്നു കൊണ്ട് അവിടുത്തെ ആ ബ്രഹ്മസമാജ അംഗങ്ങളെ ശ്രീരാമകൃഷ്ണദേവൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവരണങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. പക്ഷേ ഇവിടെ കേശവചന്ദ്രസേനൻ
ശ്രീരാമകൃഷ്ണദേവനെ ദക്ഷിണേശ്വരത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നൗകയിൽ ഈ സ്റ്റീം ബോട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഗംഗാനദിയിലൂടെ കേശവചന്ദ്രസേൻ ആദ്യം ദക്ഷിണേശ്വരത്തെ ലക്ഷ്യമാക്കി വരുന്നതാണ് ഈ രംഗത്തിൻ്റെ തുടക്കം. അപ്പോൾ ആ സ്റ്റീം ബോട്ടിൽ നിന്നുകൊണ്ട് ദക്ഷിണേശ്വരത്തെ കാണുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ വിവരണം, ദക്ഷിണേശ്വരത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിവരണം. അവരെങ്ങനെയാണ് ഇത് കണ്ടത്? കേശവസേനും മുതലായ ബ്രഹ്മഭക്തന്മാരും ബോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ക്ഷേത്ര ഉദ്യാനത്തിൻ്റെ ശോഭ ആസ്വദിച്ചു. ആ ബോട്ടിൽ നിന്ന്. അപ്പോൾ ബോട്ട് കുറേ ഗംഗാനദിയിൽ ഏതാണ്ട് മധ്യഭാഗത്ത് നിർത്തിയിരിക്കുകയാണ് ഈ ബോട്ട്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വിളിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ കടവിൽ നിന്നൊരു ചെറിയ വഞ്ചിയിൽ കയറ്റിക്കൊണ്ട് വന്ന് ഈ ബോട്ടിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ട് നിൽക്കുന്നത് ഗംഗാനദിയുടെ മധ്യത്തിലാണ്. അപ്പോൾ ആ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ദൂരെ ആ മറുകരയിൽ കാണുന്ന ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ ആ മന്ദിരത്തിൻ്റെ സമുച്ചയത്തെ കാണുന്നതാണ് ഇവിടെ. ആ ശോഭ ആസ്വദിക്കുകയാണ്. ബോട്ടിന് കിഴക്കായി അധികം അകലെയല്ലാതെ പടുത്തു കെട്ടിയ കടവും അമ്പലത്തിൻ്റെ കുളിപ്പുരയും. ഇവിടെ വേറെ ഡിസ്ക്രിപ്ഷനാണ്. നേരത്തെ കണ്ട രണ്ടിടത്തും പറഞ്ഞ കാര്യങ്ങളല്ല ഇവിടെ വിവരിക്കുന്നത്. ഇത് വേറൊരു ഭാഗം. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ, കടവിൽ നിന്ന് നോക്കുമ്പോൾ കാണുകയാണ് ഇടതുവശത്ത് 6 വലതുവശത്ത് 6 ശിവക്ഷേത്രങ്ങൾ. നേരത്തെ പറഞ്ഞു ശിവക്ഷേത്രം. അത് അതിനടുത്ത് നിന്ന് കാണുന്നതാണ് ആദ്യം വിവരിച്ചത്. ഇവിടെ പറയുന്നത് ഈ ബോട്ടിൽ ഇരുന്നു കൊണ്ട് കരയിലേക്ക് നോക്കുമ്പോൾ കാണുന്നു ആ കടവിൻ്റെ 2 ഭാഗത്തായിട്ട് 6 ശിവക്ഷേത്രങ്ങൾ. അങ്ങനെ 12 ശിവക്ഷേത്രങ്ങൾ. ശരത്കാലത്തിലെ നീലവിണ്ടലമാകുന്ന പശ്ചാത്തലത്തിൽ ഭവതാരിണി ക്ഷേത്രത്തിൻ്റെ ഗോപുര മകുടവും ഉത്തരഭാഗത്ത് പഞ്ചവടിയിലെ വൃക്ഷാഗ്രങ്ങളും മൂളിമരങ്ങളുടെ തലപ്പുകളും കാണപ്പെട്ടു. ദൂരെ നിന്ന് കാണുന്നത് കൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ രൂപം കാണാം. അതായത് ആ ക്ഷേത്രത്തിൻ്റെ ആ മകുടം, അതിൻ്റെ തലപ്പ് മുഴുവനുമായിട്ട് കാണാം. അതാണ് വേറൊരു ലോങ് ഷോട്ടിലാണ് അത് കാണുന്നത്. അതുപോലെ തന്നെ ഇലഞ്ഞി മരത്തിനടുത്തും അമ്പലത്തിൻ്റെ തെക്കേ അറ്റത്തും ഓരോ സംഗീതശാലകൾ. നേരത്തെ ആ മാസ്റ്റർ മഹാശയൻ ആദ്യമായിട്ട് അവിടെ വന്നപ്പോൾ ദീപാരാധന സമയത്ത് ഷെഹനായിയൊക്കെ വായിച്ച ആ സംഗീതശാല, അങ്ങനെ 2 എണ്ണമുണ്ട്. നഹബത്ത് എന്നാണ് അതിനെ വിളിക്കുക. നഹബത്ത് എന്നാണ് അതിനെ വിളിക്കുക. അത് 2 എണ്ണമുണ്ട്. അപ്പം അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൻ്റെ തെക്കേ അറ്റത്തും ഇലഞ്ഞിമരത്തിനടുത്തും ഓരോ സംഗീതശാലകൾ. ഈ സംഗീതശാലകൾക്കിടയ്ക്ക് പൂന്തോട്ടം. 2 അരികിലും നിരനിരയായി പൂച്ചെടികൾ. നേരത്തെ ഉള്ളതിലും പറഞ്ഞു ഗംഗാനദീ തീരത്ത് ഇതിനോട് ചേർന്നുള്ള പൂന്തോട്ടത്തിൻ്റെ വിവരണം നേരത്തെയും പറഞ്ഞു. ഇവിടെ അത് വീണ്ടും ആ വിവരണം ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഉപരിഭാഗത്ത് സുന്ദര നീലമായ അനന്താകാശം, മുൻഭാഗത്ത് മനോഹരമായ മന്ദിരം, ആര്യമഹർഷിമാരുടെ തപസ്സുകൊണ്ട് തീർത്ഥീകൃതമായ തീരങ്ങളോട് കൂടിയതും പവിത്ര സലിലയുമായ ഭാഗീരഥി അടിയിലും. ആ ഭാഗീരഥി ഒഴുകുന്നു, ഗംഗാനദി ഒഴുകുന്നു. ഇവിടെയും ഭാഗീരഥി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗംഗാനദിയെ ഭഗീരഥൻ ആണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കഥ നമുക്കറിയാം. അതുകൊണ്ട് മാസ്റ്റർ മഹാശയൻ ഇവിടെ ഗംഗാനദി എന്നല്ല പറയുന്നത്, അത് ഭാഗീരഥി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ 2ാമത്തെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മളിപ്പോൾ അവസാനം വായിച്ചതും നമ്മൾ ആ മധ്യഭാഗത്തെത്തിയപ്പോൾ വായിച്ചത് 3ാമത്തെ ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെ 3 തരത്തിലാണ് ഈ ദക്ഷിണേശ്വരത്തെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൻ്റെ ഈ 1ാം വോള്യത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1ാം ഗ്രന്ഥത്തിൻ്റെ 1ാം ഭാഗത്ത് നമ്മൾ മാസ്റ്റർ മഹാശയൻ പ്രവേശിച്ചപ്പോൾ കണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞത്, മാസ്റ്റർ മഹാശയന് ശ്രീരാമകൃഷ്ണദേവനെ നേരത്തെ അറിയില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ആദ്യ ദർശനത്തിൽ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം ഇതാണ്. ഈ കലികാലത്തിൽ ഭാഗവതം പറയുകയാണ് എന്നാണ് തോന്നിയത്. ഭാഗവതം പറയുന്നതായിട്ടാണ് തോന്നിയത്. എങ്ങനെ തോന്നിയത്? യഥാർത്ഥത്തിൽ ഭാഗവതം വേദവ്യാസൻ
ഭാഗവതം രചിക്കുന്നത് ദ്വാപരയുഗത്തിലാണ്. അപ്പോൾ കലികാല ആരംഭത്തിലാണ് ആ ഭാഗവതത്തെക്കുറിച്ച് ശുകമഹർഷി പരീക്ഷിത്തിനോട് പറയുന്നത്. സൂതന്മാർ ശൗനകാദികളോട് പറയുന്നത്. ഇതാണ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് വായിക്കാം. അപ്പോൾ ഈ വചനാമൃതവും ഭാഗവതവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണ് തുടക്കത്തിൽ മാസ്റ്റർ മഹാശയൻ ഈ വചനാമൃതത്തിൻ്റെ രചന ആരംഭിക്കുന്നത്. കാര്യം രണ്ടും ഒന്ന് തന്നെയെന്ന മട്ടിൽ. ഇത് ഭാഗവതമാണ്, കലിയുഗത്തിൻ്റെ ഭാഗവതമാണ് വചനാമൃതം. അപ്പോൾ നേരത്തെ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടിട്ടില്ല, യാതൊരു പരിചയവുമില്ല, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ആൾക്ക് ആദ്യ ദർശനത്തിൽ തോന്നുന്നത് ഇത് ഭാഗവതം പറയുകയാണോ എന്നാണ് തോന്നിയത്. കാര്യം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ മാസ്റ്റർ മഹാശയൻ ഇത് തുടങ്ങുമ്പോൾ തന്നെ എഴുതിയത്, നോക്കൂ, മാസ്റ്റർ നിശബ്ദനായി നോക്കി നിന്നുപോയി. തുടക്കം, സാക്ഷാൽ ശുകദേവൻ ഭഗവത് കഥ അരുളി ചെയ്യുകയാണെന്നും സർവതീർത്ഥങ്ങളും അവിടെ സമ്മേളിതമായിട്ടുണ്ടെന്നും തോന്നി. ശുകമഹർഷി ഭാഗവതം പറയുന്നതായിട്ടാണ് തോന്നിയത്. അപ്പോൾ അത്രമേൽ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, പരിചയമില്ലാത്ത ഒരു ചുറ്റുപാടിൽ വന്നിട്ട് ഒരു പരിചയവുമില്ലാത്ത ഒരാളെ കണ്ടിട്ട് മാസ്റ്റർ മഹാശയന് തോന്നുന്നത് ഇത് ശുകമഹർഷി ഭാഗവതം പറയുന്നതാണോ എന്നാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഇത് ഗ്രന്ഥാവതാരം തന്നെയാണ്. ശ്രീകൃഷ്ണൻ്റെ ഗ്രന്ഥാവതാരമാണ് ഭാഗവതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗ്രന്ഥാവതാരമാണ് ഭാഗവതം. അതേപോലെ ശ്രീരാമകൃഷ്ണദേവൻ്റെ, ശ്രീരാമനും ശ്രീകൃഷ്ണനും സംയോജിച്ച് ഉണ്ടായ കലിയുഗത്തിൻ്റെ അവതാരമാണ് ശ്രീരാമകൃഷ്ണൻ. ആ ശ്രീരാമകൃഷ്ണൻ്റെ ഗ്രന്ഥ അവതാരമാണ് വചനാമൃതം, ശ്രീരാമകൃഷ്ണ വചനാമൃതം. നമ്മൾ ഈ പാരായണം ചെയ്യുന്ന ശ്രീരാമകൃഷ്ണ വചനാമൃതം ശ്രീരാമകൃഷ്ണദേവൻ്റെ ഗ്രന്ഥ അവതാരമാണ് വചനാമൃതം. നമ്മളിവിടെ ഈ പാരായണം ചെയ്യുന്ന ശ്രീരാമകൃഷ്ണ വചനാമൃതം. അപ്പോൾ ഈ എങ്ങനെയാണിത് ഒരു ഭാഗവതവുമായി ഇതിനെ എങ്ങനെയാണൊരു താദാത്മ്യം എന്താണ് എന്നുള്ളതാണ് കാര്യം. എന്തുകൊണ്ടാണ് മാസ്റ്റർ മഹാശയന് ഇത് ശുകമഹർഷി ഭാഗവതം പറയുന്നതാണെന്ന് മറ്റൊരു മുന്നറിയിപ്പുമില്ലാതെ, അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷനൊന്നും ഇല്ലാതെ ആദ്യമേ തോന്നുകയാണ്. മാസ്റ്റർ മഹാശയൻ വന്ന് കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രന്ഥരചന തയ്യാറാവുന്നൊന്നും അദ്ദേഹത്തിന് പോലും അറിയില്ല. അതിനൊക്കെ വളരെ മുമ്പേ ഇങ്ങനെ ഒരു ഗ്രന്ഥം ശ്രീരാമകൃഷ്ണ വചനാമൃതം രചിക്കണം എന്ന് ഒരിക്കലും അദ്ദേഹം ആലോചിച്ചിട്ട് പോലുമില്ല. അതിനേക്കാൾ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം ഉത്ഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ തുടക്കത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു ഭാഗവതവുമായി, കലിയുഗ ഭാഗവതമായി, കലിയുഗത്തിൽ ഇത് ഭാഗവതത്തിന് തുല്യം, ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ വചനാമൃതം ഭാഗവതത്തിന് തുല്യമായി പരിഗണിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഈ ശൗനകാദികൾ ബദരിയിൽ വരുമ്പോഴാണ് ഭാഗവതത്തിൻ്റെ പശ്ചാത്തലം വർണ്ണിക്കുന്ന. അങ്ങനെയാണ് ബദര്യാശ്രമത്തിൽ സനകാദികൾ ബദര്യാശ്രമത്തിൽ വന്നപ്പോഴാണ്, അതായത് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ തുടങ്ങിയ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ അവർ ബദര്യാശ്രമത്തിൽ വന്നപ്പോൾ നാരദനെ വളരെ ദുഃഖിതനായിട്ട് അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെയാണ് ഭാഗവതത്തിൻ്റെ ഒരു തുടക്കത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ സനകാദികൾ ചോദിച്ചു, എന്താണ് മഹാമുനി അങ്ങിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോഴാണ് പറയുന്നത്, ഭൂമിയിൽ കലിയുഗമാണ്,
കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? സത്യം ഒരിടത്തുമില്ല, എല്ലായിടത്തും ദുഃഖം. തപസ്സും ശൗചവും ഒന്നും നടക്കുന്നില്ല, ജപസാധനകളൊന്നും നടക്കുന്നില്ല, ഈശ്വരാരാധന ഒരിടത്തും നടക്കുന്നില്ല. അത്രമാത്രം ജനങ്ങൾ സ്വന്തം വയറിൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വാർത്ഥന്മാരായി കഴിയുന്നു. ഇതാണ് കലിയുഗത്തിൻ്റെ ലക്ഷണം. അങ്ങനെയുള്ള ഈ കലിയുഗത്തിൽ എന്താണ് സംഭവിച്ചത്? നാരദ മഹർഷി ഇതെല്ലാം ഭൂമിയിൽ കണ്ട് മടങ്ങി വന്നിരിക്കുകയാണ്. വീടുകളിലൊന്നും സമാധാനമില്ല, കുടുംബങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയില്ല, മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, അങ്ങനെയുള്ള എല്ലാ കുടുംബ ബന്ധങ്ങളും വളരെ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിലാണ് നാരദ മഹർഷി ഭൂമിയിൽ വന്ന് ഇതെല്ലാം കാണുമ്പോൾ നാരദ മഹർഷി ശ്രദ്ധിക്കുന്നുണ്ട്. നാരദ മഹർഷി ഒരു യുവതിയെ കണ്ടു. ആ യുവതിയോടൊപ്പം വൃദ്ധരായ രണ്ടുപേരും കിടക്കും. ഇവർ രണ്ടുപേരും ഗംഗാതടത്തിൽ യമുനാ തടത്തിൽ കിടക്കുകയാണ്. യമുനാ നദിയുടെ തീരത്ത് കിടക്കുകയാണ് ഈ രണ്ട് വൃദ്ധരായ ആളുകൾ. കൂടെ ഒരു യുവതി ഇരിക്കുന്നു. ഈ യുവതിയാണ് ഭക്തി. കിടക്കുന്ന വൃദ്ധരായ മൃതപ്രായരായി കിടക്കുന്ന ആ രണ്ട് മനുഷ്യരാണ് ജ്ഞാനവും വൈരാഗ്യവും. യഥാർത്ഥത്തിൽ ഭക്തിയാകുന്ന ആ യുവതിയുടെ മക്കളാണവർ. ജ്ഞാനവും വൈരാഗ്യവും. മക്കൾ വാർദ്ധക്യാവസ്ഥയിലായി, ജരാനരകൾ ബാധിച്ചു. വൈരാഗ്യവും ജ്ഞാനവും ജരാനര ബാധിച്ചു. അതേസമയം ഭക്തിക്ക് മാത്രം യുവത്വം തിരിച്ചു കിട്ടി. അതിനുള്ള കാരണം ഇവർ 3 പേരും വൃന്ദാവനത്തിൽ സന്ദർശിക്കുകയുണ്ടായി. വൃന്ദാവനത്തിൽ സന്ദർശിച്ചപ്പോൾ കലി വന്ന് ഇവരെ ബാധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വൃന്ദാവനത്തിലെത്തിയപ്പോൾ വൃന്ദാവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്തിക്ക് ഉണർവുണ്ടായി. അതേസമയം ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും യാതൊരു വിധത്തിലുള്ള ഉയർച്ചയും അവിടെ ഉണ്ടായില്ല, പഴയ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അമ്മയായ ഭക്തിക്ക് യുവത്വം ലഭിക്കുകയും മക്കളായ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും വാർദ്ധക്യം ബാധിക്കുകയും ചെയ്തത്. വൃന്ദാവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്തിക്ക് ഗുണം കിട്ടി, ഭക്തിക്ക് ഉണർവ് കിട്ടി. അതാണ് പറഞ്ഞത്. അപ്പം നാരദൻ ഇവരെ കാണുകയാണ് നാരദൻ. അപ്പം ഭക്തി ഈ കാര്യം മുഴുവൻ നാരദനോട് അവതരിപ്പിക്കുകയാണ് തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്. അപ്പോൾ നാരദൻ തന്നെ പറഞ്ഞു, നിന്നെയും മക്കളെയും നോക്കാൻ ആരുമില്ല. ഭക്തിയെ നോക്കാൻ ആളില്ല, ജ്ഞാനത്തെ നോക്കാൻ ആളില്ല, വൈരാഗ്യത്തെ നോക്കാൻ ആളില്ല. അപ്പോൾ വൃന്ദാവനത്തിൽ വന്നതുകൊണ്ടാണ് ഭക്തിക്ക് യുവത്വം തിരിച്ചു കിട്ടിയത്. അപ്പം അമ്മയ്ക്ക് യുവത്വം തിരിച്ചു കിട്ടി. മക്കൾ ആ ജരാനര ബാധിച്ച് അവശതയിൽ തന്നെ തുടരുന്നു. അപ്പോഴാണ് നാരദൻ ഒരു അശരീരി കേട്ടത്. ഒരു സത്കർമ്മം അനുഷ്ഠിക്കണം. എന്താണ് സത്കർമ്മം എന്ന് അന്വേഷിച്ച് നാരദൻ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണ് ബദര്യാശ്രമത്തിലെത്തിയത്. എന്താണ് സത്കർമ്മം? ഒരു സത്കർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ ഈ കലി ബാധിച്ചിട്ടുള്ള ഈ ഭൂമിയിലെ അവസ്ഥകൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ബദര്യാശ്രമത്തിലെത്തിയപ്പോഴാണ് ഈ സനകാദികളെ കണ്ടത്. അപ്പോൾ എന്താണ് ആ സത്കർമ്മം? ഇനി എന്താണ് സത്കർമ്മം? സത്കർമ്മം ചെയ്താൽ മാത്രമേ ഈ കലി ബാധിച്ചിട്ടുള്ള ഭൂമിയിലും എല്ലായിടത്തും ബാധിച്ചിട്ടുള്ള ഈ ഭക്തി ലോപിച്ചു പോയതും വൈരാഗ്യവും ജ്ഞാനവും നശിച്ചു പോയതും, അല്ലെങ്കിൽ അവർ ജരാനര ബാധിച്ചതും എല്ലാം വീണ്ടും പരിരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു സത്കർമ്മം ഉണ്ടാകണം. എന്താണ് ആ സത്കർമ്മം? അപ്പോൾ
ശുകമഹർഷിയെ കാണുന്നു. അപ്പോൾ ശുകമഹർഷിയാണ് അരുളി ചെയ്തത്, ഇതിനൊരു പരിഹാരം ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ഭാഗവതം കേൾക്കണം. അങ്ങനെയാണ് ഗംഗാതടത്തിലെത്തുന്ന ധാരാളം പേരെ കൂട്ടി സനകാദികൾ ഭാഗവത മാഹാത്മ്യം വിവരിക്കാൻ തുടങ്ങി. അതോടുകൂടി ഈ ഭാഗവതം സനകാദികൾ ഭാഗവതം കേൾപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ അവിടെ ആരൊക്കെ എത്തി? ഭക്തിയും എത്തി, തൻ്റെ മക്കളായ ജ്ഞാനവും വൈരാഗ്യവും അവിടെ എത്തുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഭാഗവതത്തിൻ്റെ ആ പശ്ചാത്തലത്തെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവുമെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ ഭാഗവതം കേൾക്കണം. കലിയുഗത്തിൽ നമ്മൾ കേൾക്കേണ്ട ഭാഗവതമാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം. അതും ഈശ്വര വാണികൾ തന്നെയാണ്. ഭാഗവതത്തിന് തുല്യമായി വേദവ്യാസൻ രചിച്ച ഭാഗവതത്തിന് തുല്യമായിട്ടാണ് കലിയുഗത്തിൽ രചിക്കപ്പെട്ട ഭാഗവതമാണ് വചനാമൃതം, ശ്രീരാമകൃഷ്ണ വചനാമൃതം. അപ്പം അതേക്കുറിച്ചാണ് ആ ഒരു ഭാഗവത സമമായ ഈ വചനാമൃതത്തിൻ്റെ ഗംഗാതടത്തിൽ എങ്ങനെയാണോ ഭാഗവതത്തിൻ്റെ ആ കഥാശ്രവണം നടന്നത്, ഗംഗാതടത്തിലാണ് ഭാഗവതത്തിൻ്റെ കഥാശ്രവണം നടത്തുന്നത്, സനകാദികൾ ഈ കഥ പറയുന്നത്. അതേ ഗംഗാതടത്തിൽ തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇരുന്ന് ഈ വചനാമൃതം അരുളി ചെയ്യുന്നത്. ഒരേ ഗംഗയുടെ തീരത്ത് തന്നെ. അതാണ് ഇത് തമ്മിലുള്ള സമാനത. അതുകൊണ്ടാണ് കലിയുഗത്തിൻ്റെ ഭാഗവതം ആയി ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ കണക്കാക്കുന്നത്. അതാണ് ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ ആ 12ാം ഭാഗത്ത് മധ്യഭാഗമായപ്പോൾ, വചനാമൃതത്തിൻ്റെ മധ്യഭാഗത്ത് ആ ഗംഗാതടത്തിലുള്ള ആ ക്ഷേത്ര സമുച്ചയത്തെ മാസ്റ്റർ മഹാശയൻ വിവരിക്കുന്നത് അതുകൊണ്ടാണ്. ആ രംഗപശ്ചാത്തലത്തെ ഇവിടെ മനോഹരമായി വർണ്ണിക്കുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. കലിയുഗ ഭാഗവതമാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം. ഇത് ഭഗവാൻ നേരിട്ട് അരുളി ചെയ്യുന്നു. മറ്റേത് വേദവ്യാസൻ എഴുതിയതാണ് ശ്രീകൃഷ്ണനെക്കുറിച്ച് ഭാഗവതം. ഇത് ശ്രീരാമകൃഷ്ണദേവൻ, ഭഗവാൻ തന്നെ, ഈശ്വരൻ തന്നെ, ആ അവതാരം തന്നെ നേരിട്ട് ഗംഗാതടത്തിൽ വന്നിരുന്ന് അവതാര കഥയും ഈ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഭക്തജനങ്ങളോട് സംസാരിക്കുന്നതാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.